സുബീസ് ട്രാവൽ ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടക്കല്ല് പറമ്പിലങ്ങാടി അവിടെ ഉള്ളൊരു എക്സ്പോ കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി, അതിൻ്റെ കവാടം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു വെറൈറ്റി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് 70 രൂപയാണ് കേട്ടോ. പക്ഷേ 70 രൂപയ്ക്കുള്ള മുതലുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം നമുക്ക് നല്ല ഫോട്ടോ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കുക, നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വേറൊരു ലോകം പോലെയാണ് കേട്ടോ. ഞങ്ങൾ ഒരു 4 മണി ആ ടൈമിൽ, ആദ്യം 3:45 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കുറച്ച് മുന്നെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ടിക്കറ്റ് കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുത്തൂർ ബൈപ്പാസിൻ്റെ അവിടെ ഒന്ന് പോയി പിന്നെ തിരിച്ച് വന്നപ്പോൾ അപ്പോഴും ഇത് അധികം ആൾക്കാരൊന്നും ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, പാർക്കിങ് അപ്പുറത്തുണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കണ്ട വേറൊരു ലോകത്തേക്ക് വരുന്നു, ലണ്ടനിൽ പോയൊരവസ്ഥയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നല്ല രസമാണ് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ വന്ന സമയത്ത് കൂടുതലൊന്നും ആളില്ലാത്തതുകൊണ്ട് നല്ല രീതിയിലൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടാ. പിന്നെ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. ഇവിടെ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല സെറ്റപ്പിലുള്ള ഒരു എക്സ്പോ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പുറത്തൊക്കെ ഓരോന്നുണ്ട്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. ഇവിടെ ഒന്നും അങ്ങനത്തെ രീതിയിലൊരു എക്സ്പോ വന്നിട്ടില്ല എന്നുള്ളത് വേണം പറയാൻ. അടിപൊളിയാണ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നത് എവിടെയാണ് എന്താണെന്നുള്ള. നല്ലൊരു വെറൈറ്റി ഒരു സെറ്റ് ചെയ്യലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക മൂഡാണല്ലോ പാട്ടൊക്കെ ഉണ്ടാവുമ്പോൾ. പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. നേരിട്ടുള്ള ഒരു വോയിസ് കൊടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ പാട്ടും കാര്യമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു മ്യൂസിക്കും കാര്യമാകുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ഒരു ഏരിയ കാണുമ്പോഴും അതിനനുസരിച്ചൊരു മ്യൂസിക് ആകുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിട്ടാണ്. ഇവിടുന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയ ആയിട്ട് കണ്ടോ. നല്ല രസമായിരുന്നു. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിട്ടാണ്. ഇനി ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് കുറച്ച് മൃഗങ്ങളെ ഉണ്ടാക്കി വെച്ച അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്കാണ് പിന്നെ നമ്മളത് കിടക്കുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ വോയിസ് ഒന്നും കൊടുക്കണില്ല. അവിടെ പിന്നെ അങ്ങനെ പാട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ സൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാണ്ട് പോയിട്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ.
ഇതേതാ ഗ്രേപ്പാ? ബ്ലാക്ക് പറയാ. വെളുത്തുള്ളി പപ്പടം, തക്കാളി പപ്പടം, ജീരകം, ബീട്രൂട്ട്, പച്ചമുളക്, പിന്നെ അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വീണ്ടും പോന്നാൽ പിന്നെ അത് സാധാരണ പോലെ നമ്മളെ എക്സ്പോലൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളായിട്ടും അങ്ങനെയുള്ള ഏരിയകളാണ്. കച്ചവടങ്ങൾ കൂടുതലില്ല, എന്നാലും ഇവിടെ മെയിനായിട്ട് നമ്മൾ ആ ഒരു ലണ്ടൻ്റെ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് മെയിനായിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാടായിട്ട് ഇങ്ങനെ നിരന്നുള്ളത് ഒരു സ്റ്റാൾ തന്നെ, ഒരു തന്നെ കച്ചവടം തന്നെ ഒരുപാട് സ്റ്റാളിൽ ഉണ്ടാവില്ല, അങ്ങനെ ഇല്ല. നമുക്ക് ആവശ്യമുള്ള ഒരുവിധ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കൊണ്ടാട്ടം, പിന്നെ പരിപ്പ് വടകം ഒക്കെ കൊണ്ടാട്ടം പോലെ മസാല പൊരിച്ചിട്ട് ചോറിന് കുടിക്കും. എരിവും പുളിയും ഒക്കെ ഉണ്ടാകും. പാസ്ത മാത്രം ഉണ്ട്.
ഇന്നലെ കണ്ടു വെച്ചതാണ്, കണ്ടു കാണുന്നത്. ട്രൈ ചെയ്ത് കിട്ടിയില്ല. മറ്റേ അണ്ടിപ്പരിപ്പൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് പറഞ്ഞാലും മറ്റേ ചുട്ടണ്ണിൻ്റെ അതിലില്ല. ഇന്നത്തെ ഐശ്വര്യസമ്പൂർണമായ ആദ്യമല്ലക്കണം സർക്കാർ സഭ്യാസഭ്യ തല വേണാവും. കറങ്ങും ചെയ്യൂല അതിൻ്റെ ഇടയിൽ. പിന്നത്തെ സിനുവിന് ഇതിൽ കയറണം എന്ന് ഒരേ നിർബന്ധം. അവനാണെങ്കിൽ ഒറ്റക്ക് കയറൂല്ല. എനിക്ക് മുത്തുവിന് അതിൽ അങ്ങനത്തേലൊക്കെ കയറി ചിലപ്പോൾ തലക്ക് ഒരുമാതിരി ഒരു അവസ്ഥയ്ക്കാരാം. പിന്നെ അവൻ ഒറ്റക്ക് കയറില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ കയറുകയാണ്. പക്ഷെ കയറിയ കാരണം എനിക്ക് നല്ല പണി കിട്ടി. കാരണം നല്ല തലക്ക് ഒരുമാതിരി അവസ്ഥയായിരുന്നു. മൈഗ്രെയിൻ്റെ ഒരു തലവേദന പോലെ. പിന്നെ ഫുള്ള് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്ന വരെ എൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഒരുവിധം അവിടെ ഇവിടെയൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം കയറിയത് നന്നായി എനിക്ക് തോന്നി. കണ്ടില്ല, അതിങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഇതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല തലക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല. മുത്തൂനും ഉണ്ടാവില്ല. അതുകൊണ്ട് മുത്തും നല്ല നൈസായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി. ഞാനാണ് ഇതിൽ കുടുങ്ങിയത്. പിന്നെ സിനുവിന് നല്ല ആഗ്രഹമുണ്ട്. വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. സാലു സോനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അവനക്ക് ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് കയറിയതാണ് ഞാൻ. സുബിക്കാകെ തല ഇറങ്ങിയിരിക്കണ തോന്നുന്നുണ്ട് കേട്ടാ. ആകെ മന്ദപ്പായിട്ട് നീച്ചു വരുന്നുണ്ട്.
ഇറങ്ങണ്ട. ഇനി എങ്ങനെയുണ്ട്? ഉമ്മ പേടിച്ചാകെ ഉമ്മ പേടിച്ചിരിക്കണാകെ അല്ല. ഇതെത്ര എങ്ങനെയുണ്ട്? ആവി പറക്കുന്നതാ. ജോലിപ്പായുന്ന മാരുതി കാറുകളും അതോടൊപ്പം വാങ്ങി പറക്കുന്ന മോട്ടോർ ബൈക്കുകളുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു മരണക്കിണറിൽ ബുള്ളറ്റോടിക്കുന്ന മരണക്കിണർ ഇതാദ്യമായി കോട്ടക്കൽ പട്ടണത്തിന് പെരുമാറി അന്വേഷണ മരണക്കിണർ സർക്കസ് കമ്പനി ഇവരിലേക്ക് കണ്ടതും കണ്ടുകൊണ്ടിരുന്നതുമല്ലാതെ കമ്പനി മനസ്സിലുള്ള വെറും നമ്പറുകൾ മാത്രമായിരുന്നു. എങ്കിൽ പൂർണ്ണമായി നികുതികൾ വാങ്ങിച്ചു. പ്രസവിക്കുന്ന യന്ത്രമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ യുവതി കാണുവാൻ താല്പര്യപ്പെട്ട വെളിയിലകലെ ധരിച്ച് പഠിച്ചു പഠിക്കാം സ്വാഗതം ചെയ്യാം. ആരംഭിക്കാൻ സമയം അതിൽ കയറിയിട്ട് ആകെ മന്ദപ്പായിരിക്കാണ്. പിന്നെ കോളിഫ്ലവർ അങ്ങനെ അപ്പോൾ ഞങ്ങളങ്ങനെ മൊത്തം കറങ്ങി ആദ്യം റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും കറങ്ങി അവിടെയൊക്കെ ഫുള്ള് കണ്ട് കഴിഞ്ഞു. ഇതാ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണിത് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ആ ഒരു ഇതിൽ കയറിയതിന് ശേഷം എനിക്ക് അത്ര വലിയൊരു സുഖമുള്ളൊരു മൂഡായിരുന്നില്ല. എന്നാലും ലാസ്റ്റ് ടൈമിലാണ് കയറിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പാർക്കിങ്ങൊക്കെ വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഞാൻ കയറിയ സമയത്ത് കാണിച്ചത് ആ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ചെങ്കട്ടിക്കൽ പറമ്പിലങ്ങാടിയാണിത് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കണ്ടോക്കോ, കുട്ടികളൊക്കെ ഏറ്റവും വെറൈറ്റിയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബായ്.